ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടാത്തോളത്ത് നമ്മള് ഓണം ഫെസ്റ്റ് കാണാൻ വേണ്ടിയായിട്ട് വന്നേക്കണേ. കൂട്ടാത്തോളം KSRTC സ്റ്റാൻഡിലാട്ടോ ഇത്. അവിടുത്തെ കാഴ്ചയൊക്കെ നമുക്ക് കണ്ടാലോ. വാ, ഞാനും മമ്മിയും നൈനും കല്യാൺ ചേച്ചിയും പ്രിയാമ്മയും അപ്പുച്ച അമ്മയും ആട്ടോ കൂടെ കാണാൻ വന്നേക്കണേ. ഞാൻ ഇതിലൊരു ബൈക്കിലൊക്കെ കയറിയേ, കാണിച്ചു തരാം. ബൈക്കിൽ കയറി വന്ന് ഞാനാട്ടോ. ഇവിടുത്തെ ഡോഗ് ഷോയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കുട്ടികളെല്ലാവരും കൈയടിച്ച് പാസ്സാക്കണം. ഈ വേദിയിൽ
അതിന് വെച്ച് പുറകിലൊക്കെ അറിയാന്നോ? എല്ലാ കുട്ടികളും കൈയടിച്ച് മനസ്സിലാക്കുക. നമ്പർ 4. അടുത്തതായി ബ്ലാക്കിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ പോകും. നിങ്ങൾക്ക് നേരിട്ട് കാണാം. എല്ലാ കുട്ടികളും നോക്കണം. സെക്കൻഡ് റൗണ്ടിൽ കളിച്ചാൽ മതി. പ്രായത്തിൽ ചെറിയൊരു കുട്ടിയെ കളിച്ചു കൊടുക്കും. ആരുടെ കയ്യിലാണ്? ഇവിടെ ആ ഗ്രില്ലിൽ തൊട്ട് കാണിച്ചു കൊടുക്കും. പ്രായത്തിൽ ചെറിയ ആ ഗ്രില്ലിൽ തൊട്ട് കാണിച്ചു കൊടുക്കും. ശരിയാണെന്ന് എല്ലാവർക്കും കല്ലെടുത്ത് പാസ്സാക്കി. പ്രായത്തിൽ ചെറിയ എന്നാൽ നോക്ക്. നമ്മുടെ വേദിയിലെ സീനിയർ ആരാണ്? മുതിർന്നവർ. ഒരു സീനിയറെ കാണിച്ചു കൊടുക്കും. സീനിയർ എവിടെ നിൽക്കുന്നു? എല്ലാവരും നോക്കണം. ആരാണ് സീനിയർ? ആരാണ് സീനിയർ? കറക്റ്റായി കാണിച്ചു കൊടുക്കണം. എല്ലാവരും കാണുന്നത് ആ ഗ്രില്ലിൽ തൊട്ട് കാണിച്ചു കൊടുക്കണം. ഏറ്റവും നമ്മുടെ വേദിയിലെ സീനിയർ ആണെങ്കിൽ എല്ലാവരും കൈയടിച്ച് മനസ്സിലാക്കണം. കുട്ടികൾ സുന്ദരിമാരാണ്. ഈ സുന്ദരിമാരിൽ നിന്നും ബ്ലാക്കിന് ഇഷ്ടപ്പെട്ട ഒരു സുന്ദരി കുട്ടിയെ കാണിച്ചു കൊടുക്കും. എല്ലാ സുന്ദരി കുട്ടികളും നോക്കിക്കൊണ്ട് പോകും. ഞാൻ കാണിച്ചാൽ കാണിക്കുന്നു. ബ്ലാക്കിന് ഇഷ്ടപ്പെട്ടു. ആ ബ്ലാക്കിന് ഇഷ്ടപ്പെട്ട സുന്ദരി കുട്ടിയാണ്. എന്നാൽ സ്കൂളിൽ പഠിപ്പിച്ചാൽ നല്ലവണ്ണം പഠിക്കും. എല്ലാ കുട്ടികളും പഠിക്കുന്ന കുട്ടികളാണ്. ഒരു കുട്ടിയെ കാണിച്ചു കൊടുക്കും. ഏത് കുട്ടിയാണ് പഠിപ്പിച്ചാൽ നല്ലവണ്ണം പഠിക്കുക? പഠിപ്പിച്ചാൽ നല്ലവണ്ണം പഠിക്കും. ബൈക്കിന്റെ സൗണ്ട് കൊണ്ട് ആ മോനെ പഠിപ്പിച്ചാൽ നല്ലവണ്ണം പഠിക്കും. പഠിക്കൂലേ? നല്ലൊരു ഭക്ഷണപ്രിയനെ കാണിക്കാൻ പോകും. ആരാണ് നല്ലൊരു ഭക്ഷണപ്രിയൻ? ആരാണ് നല്ലൊരു ഭക്ഷണപ്രിയൻ? ആരാണ് നല്ലൊരു ഭക്ഷണപ്രിയൻ? നല്ലൊരു ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം കഴിക്കണം. നല്ല കാര്യം. എന്നാൽ ഭർത്താവിനെ ആ ജീവിതത്തിൽ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യയെ കാണിച്ചു കൊടുക്കും. എല്ലാവരും സ്നേഹിക്കുന്ന ഭാര്യമാരാണ്. ബ്ലാക്കി ഒരു ഭാര്യയെ കാണിക്കാൻ പോകും. ആരാണ് ബ്ലാക്കി ഭർത്താവിനെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യ? ഭർത്താവിനെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യ. എന്നാൽ സ്വൈര്യം കൊടുക്കാത്ത നല്ലൊരു സ്നേഹമുള്ള ഭാര്യ. സ്വൈര്യം കൊടുക്കാത്ത നല്ലൊരു സ്നേഹമുള്ള ഭാര്യ കാണിച്ചു കൊടുക്കും.
ഒന്ന് കാണിച്ചു കൊടുക്കും. 8 മണി ചെയ്യാത്ത അടുക്കള ഒരു ജോലിയും ചെയ്യൂല. ആരാണ്? ഇവിടെ കാണിച്ചു. അടുക്കള ഒരു ജോലിയും ചെയ്യണ്ട. ആ ചോറ് റെഡി, ഞാൻ റെഡി. എന്നാൽ ആരാണ് നമ്മുടെ കൂട്ടത്തിലെ ഭാഗ്യവാൻ? നമ്മുടെ കൂട്ടത്തിലെ ഒരു ഭാഗ്യവാനെ കാണിച്ചു. ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? ആരാണ്? ഇവിടെ കണ്ടു. നമ്മുടെ കൂട്ടത്തിലെ ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാൻ ആരാണ്? ആരാണ് നമ്മുടെ കൂട്ടത്തിലെ നല്ലൊരു ഭാഗ്യവതി? നമ്മളൊക്കെ ഇവിടെ വരും. അടുത്തതായി ബ്ലാക്ക് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സ്മെൽ പവർ ഐറ്റംസ് ആണ്. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു മൊബൈൽ കാണാണ്ട് പോകുന്നു. അത് ആര് കൊണ്ടുപോകുന്നു? അയാളുടെ വിലപ്പെട്ട മൊബൈലാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കേട്ടോ ഫോൺ. ഈ മൊബൈൽ നമുക്ക് സ്വന്തമാക്കാം. അത് ഈ ഡോഗ് ഒന്ന് കണ്ടുപിടിക്കുവേ. പക്ഷേ മൊബൈൽ എടുത്താൽ ഈ ടവൽ തൊട്ട് കളഞ്ഞു. മൊബൈൽ എടുത്താൽ ഈ ടവൽ തൊട്ട് കളഞ്ഞു. അപ്പോൾ ഇയാളുടെ കയ്യടിയാളം മടങ്ങി കിട്ടിയിട്ടുണ്ട്. അതിവിടെ ബ്ലാക്ക് ആണ് കൊടുക്കാൻ പോകുന്നത്. ഈ ടവൽ തൊട്ടാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് മൊബൈൽ തിരിച്ചു വാങ്ങാം. ആൾ ഇവിടെ തന്നെയുണ്ട്. മൊബൈൽ കൊണ്ടുപോയാൽ എല്ലാവരും കാണുന്നുണ്ട്. കാണിച്ചാൽ നമുക്ക് മൊബൈൽ തിരിച്ചു വാങ്ങാം. നമ്മുടെ കയ്യിലിന്റെ കയ്യിലെ ഫോൺ അവൻ കണ്ടുപിടിച്ചു കേട്ടോ. നമുക്ക് മൊബൈൽ തിരിച്ചു നൽകാം. ആർക്കാണ് കൊടുക്കേണ്ടത്? ഇനി അതിന്റെ ഉടമസ്ഥന് ഏതെന്നാട്ടോ തപ്പണേ? അതും അവൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുവേ. നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രദർശനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സന്തോഷപൂർവ്വം കൈയടിച്ച് പിരിയുക. താങ്ക് യു. ഇനി നമുക്ക് മരണക്കിണർ കാണാൻ പോവാം. അത് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, പിന്നെ പോയി.
കിണറ് സെറ്റപ്പായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയപ്പോൾ തോന്നി അടുത്ത നമുക്ക് ട്രാവൽ ട്രെയിനിൽ കയറാം. അത് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ആ ട്രെയിനിന് ഫുള്ള് ആളായാൽ മാത്രമാണ് ആ വണ്ടി എടുക്കുള്ളൂ. എടുത്തു കഴിഞ്ഞപ്പോൾ സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാനിപ്പൂരി തിന്നാൻ പോയി. കോളിഫ്ലവർ ബജി മേടിച്ചു. അത് കൊള്ളില്ലായിരുന്നു. പാനിപ്പൂരി നല്ലതായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ, നാനാ ദേശക്കാർ, നാനാ ഭാഷകൾ സംസാരിക്കുന്നവർ, ഇവരെല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ തോളോട് കല്ലോട് കണ്ടുകൊണ്ട് സ്വന്തം ജീവിതവും നടന്നുകൊണ്ട് ചീറിപ്പായുന്ന 5 വാഹനങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് ചാഞ്ഞും ചരിഞ്ഞും എണീറ്റുന്നു. ഫുഡ് കഴിക്കുമ്പോൾ കടയുടെ പേര് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കാട ഫ്രൈയും പൊറോട്ടയും ഡ്രാഗൺ ചിക്കനും കൂന്തൽ ഫ്രൈയും ആട്ടോ കഴിച്ചത്. ഇതാണ് നമ്മുടെ കട. കഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്തായിരുന്നു. ഒത്തിരി യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം നമുക്ക്. അപ്പം ഇനി ബൈ ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ബൈ.